മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായി നാം സഭയിൽ ആഘോഷിക്കുന്നു. 1917 കാലഘട്ടം ലോക ചരിത്രത്തിലെ ഏറ്റവും കലഹഭരിതമായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. അന്നത്തെ ലോകം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതയിൽ കത്തി നിൽക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും പട്ടിണിയും ഭയവും ദാരിദ്ര്യവും രാജ്യങ്ങളെല്ലാം പിടിച്ചു കുലുക്കുകയും ചെയ്തു. ഈ കാലയളവിലാണ് പോർച്ചുഗലിലെ ഫാത്തിമയിൽ വെച്ച് പരിശുദ്ധ അമ്മ 3 ഇടയക്കുട്ടികളായ ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നിവർക്ക് 6 തവണയായി 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള മാസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. മെയ് 13 നടന്ന ആദ്യ പ്രത്യക്ഷീകരണത്തിൽ കുട്ടികൾ ഒരു പ്രകാശമയമായ മിന്നൽ പോലെയുള്ള ദൃശ്യത്തെ കണ്ടു. ഭയത്തോടെയും അത്ഭുതത്തോടെയും അവർ നോക്കിയപ്പോൾ ഒരു അത്യന്തം ശാന്തവും ദിവ്യ സൗന്ദര്യവുമുള്ള സ്ത്രീരൂപം ഒരു ചെറുമേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഓരോ മാസവും 13-ാം തീയതി ഇവിടെ വരണമെന്നും ജപമാല ദിവസേന പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനുമായി ദൈവത്തോട് അപേക്ഷിക്കണമെന്നും അമ്മ പറഞ്ഞു. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ എന്ന് അമ്മ കുട്ടികളോട് ചോദിക്കുകയും അവർ അതിന് അതെ എന്ന് മറുപടി പറയുകയും ചെയ്തു. അമ്മ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരും, എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും ഉണ്ടായിരിക്കും. ജൂൺ 13 നടന്ന പ്രത്യക്ഷീകരണത്തിൽ ഈ സന്ദേശങ്ങൾ കൂടുതൽ ശക്തമായി ആവർത്തിക്കപ്പെടുകയും അനുതാപവും പ്രാർത്ഥനയും ത്യാഗവും മനുഷ്യരുടെ ആത്മരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ജൂലൈ 13 നടന്ന 3-ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ 3 രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. ആദ്യ രഹസ്യം ഒരു ഭയാനകമായ നരക ദർശനമായിരുന്നു. അതിൽ അമ്മ കുട്ടികളെ നരകത്തിലെ ആത്മാക്കളുടെ വേദനയും പാപത്തിന്റെ ഭീകരഫലവും കാണിച്ചു കൊടുത്തു. പ്രാർത്ഥനയും പരിത്യാഗവും ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് അനേകം ആത്മാക്കൾ നരകത്തിൽ പതിക്കുന്നുവെന്നും അതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും പരിത്യാഗങ്ങൾ ചെയ്യുവാനും അമ്മ ആവശ്യപ്പെട്ടു. 2-ാമത്തെ രഹസ്യം ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതുപോലെ തന്നെ 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചാലും മനുഷ്യർ പാപത്തിലേക്ക് തിരിയുകയാണെങ്കിൽ 2-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്നും റഷ്യയെ ദൈവത്തിനായി സമർപ്പിക്കുകയും റഷ്യയുടെ ആത്മീയ പരിവർത്തനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമുള്ള സന്ദേശമായിരുന്നു. കാരണം 1917 റഷ്യയിൽ നടന്ന റഷ്യൻ റിവല്യൂഷൻ എന്ന വിപ്ലവത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിലെത്തിയത്. പിന്നീട് റഷ്യ സോവിയറ്റ് യൂണിയനായി മാറി. ഈ ഭരണകൂടം മതവിശ്വാസങ്ങളെ ശക്തമായി എതിർത്തു. പല ദേവാലയങ്ങളും അടച്ചുപൂട്ടപ്പെട്ടു. പുരോഹിതരും വിശ്വാസികളും പീഡനങ്ങൾ അനുഭവിച്ചു. ദൈവവിശ്വാസത്തിനു പകരം നാസ്തികത, അതായത് ഏത്തിയസം പ്രോത്സാഹിക്കപ്പെട്ടു. ഫാത്തിമയുടെ 3-ാമത്തെ രഹസ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 2000-ാം ആണ്ടിൽ ഇത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതുവരെ ഇത് രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. ഇതേക്കുറിച്ച് ഈ വീഡിയോയിൽ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഈ പ്രത്യക്ഷീകരണത്തോടൊപ്പമാണ് നാം ഇന്ന് ജപമാല ചൊല്ലുമ്പോൾ ആവർത്തിക്കുന്ന ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ പഠിപ്പിച്ചത്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കരുണ ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 4-ാം പ്രത്യക്ഷീകരണം ഓഗസ്റ്റ് 19-നാണ് സംഭവിച്ചത്. കാരണം ഓഗസ്റ്റ് 13-ന് അവിടുത്തെ ഭരണകൂടം കുട്ടികളെ തടഞ്ഞു വെച്ചു. എന്തെന്നാൽ ഈ സംഭവങ്ങൾ അവിടെ വലിയ ജനക്കൂട്ടങ്ങൾ ഒന്നിച്ചു കൂടുന്നതിനും അത്ഭുതത്തെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമായി പടരുന്നതിനും കാരണമായി തീർന്നിരുന്നു. ആയതിനാൽ കുട്ടികളെ മാതാവ് സന്ദർശിച്ചിരുന്ന കോവാഡ ഇറിയ എന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ഓഗസ്റ്റ് 13-ന് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഓഗസ്റ്റ് 19-ന് വലീനോസ് എന്ന സ്ഥലത്ത് വെച്ച് പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകി. ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ജീവിതവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയും അനിവാര്യമാണെന്ന് ഫാത്തിമ സന്ദേശങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാതാവിന്റെ വിമല ഹൃദയത്തിന് നാം ഭക്തിയുള്ളവരായിരിക്കണമെന്നും നമ്മെയും ലോകം മുഴുവനെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. സെപ്റ്റംബർ 13-ന് നടന്ന 5-ാം പ്രത്യക്ഷീകരണ സമയത്ത് 10,000 സാക്ഷികളായി ഉണ്ടായപ്പോൾ പ്രകാശവും മേഘസദൃശ്യവുമായ അസാധാരണ ദൃശ്യങ്ങൾ ഉണ്ടായതായും പറയുന്നു. ഒക്ടോബർ 13-ന് വലിയ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 6-ാമത്തേതും അവസാനത്തേതുമായി 1917 ഒക്ടോബർ 13-ന് നടന്ന പ്രത്യക്ഷീകരണം ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ആത്മീയ സംഭവങ്ങളിൽ ഒന്നാണ്. ആ ദിവസം അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നുവെങ്കിലും 50,000-ത്തിലധികം ആളുകൾ മുമ്പ് പറഞ്ഞിരുന്ന അത്ഭുതം നടക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തുനിന്നു.
മിറാക്കിൾ ഓഫ് ദ സൺ എന്ന ഈ അത്ഭുതം അറിയപ്പെടുന്നു. അന്ന് അവിടെ വെച്ച് മഴ പെട്ടെന്ന് നിൽക്കുകയും സൂര്യൻ മേഘങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് ചുറ്റിത്തിരിഞ്ഞ് നൃത്തം ചെയ്യുന്ന പോലെയും നിറങ്ങൾ മാറുന്ന പോലെയും ഭൂമിയിലേക്ക് വീഴുന്ന പോലെയും ഒക്കെ ആളുകൾക്ക് അനുഭവപ്പെട്ടു. അന്ന് ഈ അത്ഭുതം നേരിൽ കണ്ട എല്ലാ രോഗികൾക്കും അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു. 2021, 2024 വർഷങ്ങളിലായി മേഘാലയയിലെ ജിങ്സൂർ എന്ന സഹോദരിക്ക് ഈശോയും മാതാവും സ്വകാര്യ വെളിപാടിലൂടെ നൽകിയ സന്ദേശങ്ങൾ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ സന്ദേശങ്ങൾ അവിടുത്തെ ബിഷപ്പിന്റെ ഇംപ്രിമേറ്ററോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഫാത്തിമയിലെ ഈ മിറാക്കിൾ ഓഫ് ദ സൺ എന്ന അത്ഭുതം ഈശോയുടെ രണ്ടാം വരവിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുവെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറയുന്നുണ്ട്. 1930 കത്തോലിക്ക സഭ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണങ്ങളെ ഔദ്യോഗികമായി അംഗീകരിച്ചു. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദേശങ്ങൾക്ക് ലോകവ്യാപകമായി വലിയ പ്രാധാന്യം നൽകി ശക്തമായി പിന്തുണച്ചു. അതിനു പിറകിലുള്ളൊരു സംഭവം ഇതാണ്. 1981 ഫാത്തിമ തിരുനാൾ ദിനമായ മെയ് 13 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നേരെ ഒരു ആക്രമണമുണ്ടായി. അദ്ദേഹത്തിന്റെ നേരെ ഒരാൾ വെടിയുതിർത്തു. അതിൽ ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അത്ഭുതകരമായി ജീവൻ രക്ഷപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവൻ രക്ഷപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് വിശ്വസിക്കുകയും ഞാൻ ഫാത്തിമ മാതാവിനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഫാത്തിമ തീർത്ഥാടന കേന്ദ്രം പലതവണ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. 1984 മാർച്ച് 25 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് റഷ്യയെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. ഇതിനെ കോൺസെക്രേഷൻ ഓഫ് ദ വേൾഡ് ആൻഡ് റഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 2000 ആണ്ടിൽ രഹസ്യമായി വച്ചിരുന്ന ഫാത്തിമയുടെ മൂന്നാം രഹസ്യം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയും അതിന്റെ ആത്മീയ അർത്ഥം സഭ വിശദീകരിക്കുകയും ചെയ്തു. അതിങ്ങനെയാണ്: വെളുത്ത വസ്ത്രമണിഞ്ഞ മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ പിന്നിൽ കാർഡിനൽസ്, ബിഷപ്സ്, വൈദികർ, സന്യാസിനികൾ, വിശ്വാസ സമൂഹം. ഇവർ ശവശരീരങ്ങൾ നിറഞ്ഞുകിടക്കുന്ന പട്ടണത്തിലൂടെ യാത്ര ചെയ്ത് ഒരു കുന്നിൻ മുകളിലേക്ക് പോകുന്നു. ആ കുന്നിൻ മുകളിൽ ഒരു വലിയ കുരിശ്. ആ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ആ മാർപ്പാപ്പയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വെടിയേറ്റ് നിലം പതിക്കുന്നു, അതായത് രക്തസാക്ഷികളായി മാറുന്നു. ഇത് ഭാവിയിൽ സഭയിൽ സംഭവിക്കാനിരിക്കുന്നതിന്റെ പ്രതീകാത്മകമായി കണക്കാക്കപ്പെടുന്നു. അത് ഒട്ടും വിദൂരത്തല്ല. എന്തിനാണ് നമ്മുടെ പരിശുദ്ധ അമ്മ ലോകത്ത് അനേകം ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ പല വിധത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്? കഴിഞ്ഞ 100 വർഷങ്ങളിലായി വളരെ കൂടുതലായി ലോകമെമ്പാടും പരിശുദ്ധ അമ്മയും ഈശോയും നേരിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയും സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നെ: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അനുതപിക്കുക, പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. കാരണം ഇത് അന്ത്യകാലഘട്ടമാണ്. ഇന്ന് നാം സഭയിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നാം ഇപ്പോൾ ജീവിക്കുന്നത് അവസാന നാളുകളിലാണ്. വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായി അറിയാത്തതാണ് ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ക്രിസ്ത്യാനികളുടെ അധപതനത്തിന് കാരണം. വിശുദ്ധ ബൈബിളിലുള്ള കാര്യങ്ങളാണ് ഈ ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. പക്ഷേ നമുക്ക് ആ സത്യം അറിയില്ലെന്ന് മാത്രം. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എല്ലാ പ്രവചനങ്ങളും നിറവേറിയിട്ടുണ്ട്. ഇനി നിറവേറാനുള്ളത് ഈശോയുടെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതും നിറവേറുക തന്നെ ചെയ്യും. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളിലൂടെയും ഈശോയുടെയും മാതാവിന്റെയും പ്രത്യക്ഷീകരണങ്ങളിലൂടെയും തിരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റിക്കുകളിലൂടെയും
എല്ലാം ഈ സന്ദേശങ്ങൾ ലോകത്തെ അറിയിക്കുന്നുണ്ടെങ്കിലും ആരും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രതാപവും വാദ്യാഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണു നിന്റെ കിടക്ക, പുഴുക്കളാണു നിന്റെ പുതപ്പ്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, അതെ, ലൂസിഫറും അവന്റെ കൂട്ടാളികളും, ദ ഫോളൻ ഏഞ്ചൽസ്, അവർക്ക് അനുവദിക്കപ്പെട്ട് കിട്ടിയ സമയം ഉപയോഗിച്ചുകൊണ്ട് സഭയെ തകർക്കാനും ആത്മാക്കളെ നശിപ്പിച്ച് നരകത്തിന് സ്വന്തമാക്കാനും വേണ്ടി അലറി വിളിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുകയാണ്. അവനറിയാം ഇനി അധിക സമയമില്ലെന്ന്. ഈ ലോകത്തിന്റെ അധികാരി അവനാണ്. ദൈവമില്ല, പിശാചില്ല, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, ഇതുപോലെയുള്ള വ്യാജ നുണകൾ ലോകത്ത് പ്രചരിപ്പിക്കുകയും ആധുനിക ആശയങ്ങളുടെ മറവിൽ മനുഷ്യരെ വഞ്ചിക്കുകയും ചെയ്യുന്നത് സാത്താനും അവന്റെ കൂട്ടാളികളും അവനെ ആരാധിക്കുന്ന മനുഷ്യരുമാണ്. ഫ്രീ മേസൺസ് പോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ഏറെ സജീവമാണ്. ഇനി അധിക സമയമില്ല. അനുദപിച്ച് കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാനയും ജപമാലയും ആയുധങ്ങളായി മുറുകെ പിടിച്ചുകൊണ്ട് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയുടെ ജീവിതം നയിച്ച് ദൈവം നൽകിയ സഹനങ്ങളെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും കാഴ്ചവെച്ച് അതിനെ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഈശോയിലേക്ക് മടങ്ങി വരാം. അവിടുത്തെ രണ്ടാം വരവിനായി ഒരുങ്ങിയിരിക്കാം.